നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേലിന്റെ അവസാനിക്കാത്ത യുദ്ധവെറിയിൽ കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് ആളുകളാണ് കടുത്ത പട്ടിണിയിലായിരിക്കുകയാണെന്ന് UN റിപ്പോർട്ട് പുറത്തുവരുന്നത്. മുറിവേറ്റ കുട്ടികളെ ചികിത്സിക്കുന്ന ആശുപത്രികൾ പോലും ബോംബിട്ട് തകർക്കുന്ന ഇസ്രായേൽ അവരെ പട്ടിണിക്കിട്ട് കൊല്ലാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് UN പിന്തുണയോടെ ആഗോള സംഘടനയായ IPC തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യ അരക്ഷിതാവസ്ഥകളിൽ ഒന്നിലൂടെയാണ് ഗാസയിലെ മുഴുവൻ ജനങ്ങളും കടന്നുപോകുന്നത്. ഗാസയിലെ 2.5 ദശലക്ഷം ജനങ്ങളും കനത്ത പട്ടിണിയെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അപകട സാധ്യത ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് വ്യാഴാഴ്ച പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. അഫ്ഗാനിസ്ഥാനിലും യമനിലും നേരിട്ട ക്ഷാമത്തേക്കാൾ വലുതാണ് ഗാസയിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്നത്. 5.5 ലക്ഷത്തിലേറെ പേർക്ക് ഒരു നേരത്തെ വിശപ്പടക്കാൻ പോലും ഭക്ഷണം ലഭിക്കുന്നില്ല. മാരകമായി മുറിവേറ്റവരെ പട്ടിണിക്ക് പിന്നാലെ മറ്റു രോഗങ്ങൾ പിടികൂടാനുള്ള സാധ്യതയും കൂടുതലാണെന്ന് റിപ്പോർട്ട് പറയുന്നു. യുദ്ധം തുടങ്ങിയ ശേഷം അപകടകരമായ രീതിയിലാണ് ഗാസ പോഷകാഹാരക്കുറവ് അഭിമുഖീകരിക്കുന്നത്. ഇത് ജനങ്ങളുടെ പ്രതിരോധ ശേഷിയിൽ വലിയ കുറവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഭക്ഷണവും മരുന്നും ഉൾപ്പെടെ വലിയ സഹായം അടിയന്തരമായി ലഭിച്ചില്ലെങ്കിൽ അടുത്ത 6 ആഴ്ചയ്ക്കുള്ളിൽ ഗാസ പൂർണ്ണമായ പട്ടിണിയിലേക്ക് പോകാനിടയുണ്ട്. ഭയപ്പെടുത്തുന്ന കണക്കാണ് ഗാസയിൽ നിന്ന് പുറത്തു വരുന്നതെന്ന് അന്താരാഷ്ട്ര സംഘടനയായ കെയർ സാക്ഷ്യപ്പെടുത്തുന്നു. അടിയന്തര ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ പട്ടിണി ഉണ്ടാക്കുന്ന ദുരന്ത സാധ്യത ഓരോ ദിവസം വർദ്ധിക്കുകയാണ്. ഇസ്രായേൽ ബോംബിങ്ങിലൂടെ തകർത്തു കളഞ്ഞ ഗാസയിലേക്ക് ഭക്ഷണവും മരുന്നും എത്തിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയതാണ് സ്ഥിതി ഗുരുതരമാക്കിയത്. ഈജിപ്തിൽ നിന്ന് ഭക്ഷണവും വെള്ളവും മരുന്നുമായി എത്തുന്ന ട്രക്കുകൾ 10% ആവശ്യങ്ങൾക്ക് പോലും തികയുന്നില്ലെന്നാണ് UN പറയുന്നത്. വെടിവയ്പ് തുടരുന്നതിന് പുറമെ സഹായങ്ങൾ എത്തിക്കാനുള്ള UNന്റേതടക്കമുള്ള ശ്രമങ്ങളെ ഇസ്രായേൽ തടയുന്നതാണ് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. സൈന്യത്തിന്റെ അമിത അധികാരവും വാർത്താവിനിമയ ബന്ധങ്ങൾ തകർന്നതും ഇന്ധനക്ഷാമവും പ്രതിസന്ധി രൂക്ഷമാക്കുന്നുണ്ട്. വിശപ്പ് സഹിക്കാനാകാതെ പലസ്തീനുകൾ ഭക്ഷണ ട്രക്കുകളിലേക്ക് ഓടിക്കയറിയതായും ചിലർ കഴുതകളെ അറുത്ത് ഭക്ഷിച്ചതായും അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ഇസ്രായേലിന്റെ ബോംബാക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 20,000 കവിഞ്ഞു. അതിൽ 70% സ്ത്രീകളും കുട്ടികളുമാണ്. ഏകദേശം 1.5 ദശലക്ഷം പേരാണ്, അതായത് ജനസംഖ്യയുടെ 80%-ലധികം ആളുകളാണ് വീടുകളിൽ നിന്ന് അട്ടിയോടിക്കപ്പെട്ടത്. 1 ദശലക്ഷത്തിലധികം ആളുകൾ UN ഷെൽട്ടറുകളിലാണ് തിങ്ങിപ്പാർക്കുന്നത്. 36 ആശുപത്രികളിൽ 9 എണ്ണം മാത്രമാണ് ഭാഗികമായെങ്കിലും പ്രവർത്തിക്കുന്നതെന്ന് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. കരയുദ്ധത്തിൽ അടിപതർന്ന് ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിൻവാങ്ങുന്നു എന്ന റിപ്പോർട്ടുണ്ട്. ഇസ്രായേൽ സൈന്യത്തിന്റെ ശക്തമായ ബ്രിഗേഡുകളിൽ ഒന്നായ ഗോലാനി ബ്രിഗേഡുകളെയാണ് പിൻവലിച്ചത്. കരയുദ്ധം കനത്ത ശേഷം ഹമാസിന്റെ പ്രത്യാക്രമണത്തിൽ സൈനികർ വ്യാപകമായി കൊല്ലപ്പെടുന്നുവെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. സൈന്യം പതറുന്നതിനൊപ്പം കൊല്ലപ്പെടുന്ന സൈനികരുടെ എണ്ണത്തിൽ വർധനവുണ്ടായതായാണ് കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് മുൻപ് പിൻവാങ്ങാൻ സേനയെ പ്രേരിപ്പിച്ചതെന്നാണ് റിപ്പോർട്ട്.